ഹലോ കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ചെയ്തു നോക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ പുതിയ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ, അല്ലെങ്കിൽ പേരെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമ്മുടെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഡൗട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ എളുപ്പത്തിൽ, അത് ആരും പേടിക്കേണ്ട ഒരു വിഷയമില്ല. നിങ്ങൾക്ക് വളരെ സുതാര്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം ചെയ്ത് നോക്കാവുന്ന, അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോമൊക്കെ തെറ്റില്ലാണ്ട് പൂരിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള മുഴുവൻ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഈ വീഡിയോ ഒരു സ്ഥലം പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറഞ്ഞ ഫോം നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ലിങ്കുകളും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ വീഡിയോയുടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ കമൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. അതിനകത്ത് നിങ്ങൾ റീഡ് മോർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, വോട്ടറുടെ പേര് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ടായിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ നിങ്ങളെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ജില്ല ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇടുക്കി. അതുപോലെ നിങ്ങളുടെ ഒരു താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മൾ 2002 എന്നാ എവിടെയാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് ഒരു ബോധമില്ല. അപ്പം നമുക്ക് 2002 ബൂത്തിങ് സ്റ്റേഷൻ ഓർമ്മയില്ല, നമ്മുടെ അന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ട്രിക്റ്റും നമ്മുടെ താലൂക്ക് മാത്രം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വീട്ടുപേര് മാത്രം സെർച്ച് ചെയ്യുക. കാരണം നമ്മളിവിടെ പേരടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പേരടിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും അത് നിങ്ങൾക്ക് ഇത് കിട്ടില്ല. എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവരുടെയും പേര് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ മലയാളത്തിലാണ് ഇവിടെ പേര് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈപ്പ് ചെയ്ത പോലെ തന്നെ ആയിരിക്കണം എന്നില്ല അതിനകത്ത് നിങ്ങളുടെ പേര് കിടക്കുന്ന. ചിലപ്പോൾ പേരിൻ്റെ പകുതി അക്ഷരങ്ങളൊക്കെ അതിനകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പേര് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതും മലയാളത്തിൽ വേണം ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ മലയാളം ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ടൈപ്പിംഗ് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വെബ്സൈറ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ താഴെ വരുമ്പോൾ മലയാളം ഇന്ത്യ typing.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടൈപ്പ് ചെയ്യുന്ന സ്ഥലം വരുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ എന്താ, നമ്മുടെ വീട്ടുപേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് മംഗ്ലീഷാണ്. അപ്പോൾ കണ്ടോ, നമുക്ക് ഇംഗ്ലീഷിൽ ഇത് എഴുതി കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേര് വരും. ഇനി നമുക്ക് ഇപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ നിൽക്കി കോപ്പി എടുക്കുക. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇതല്ല, നമുക്ക് ചെറിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് അടിച്ച് കഴിയുമ്പോൾ വേറെ നമുക്ക് പേരിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോ അക്ഷരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണതിൻ്റെ മലയാളം കിട്ടും. ഇത് ഫുൾ അടിച്ചതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷിൽ അതിന് അടിച്ചതിന് ശേഷം നമ്മുടെ ഫോണിൽ സ്പേസ് ഇടുവാണെങ്കിൽ അത് മലയാളത്തിലായി കിട്ടും. എന്നിട്ട് ഇത് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടുകാർ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വരിക. ഇവിടെയാണ് നമ്മൾ ഹൗസ് നെയിം ഉള്ളത്, അവിടെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉണ്ടോ, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് 128 പേരെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യുക, താഴെ വന്ന് എല്ലാം ചെക്ക് ചെയ്യുക. കണ്ടോ, ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേരുകളൊക്കെ ഒരു ഉദാഹരണം വെച്ചാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പേര് തന്നെ ആവണമെന്ന് ഒരു ഇതുമില്ല, ചെറിയ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതുകൊണ്ട് പേര് വെച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാടായിരിക്കും. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ ഒരു സുനീർന്നോ അല്ലെങ്കിൽ സുധീർന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇവിടെ പേര് വെച്ച് സെർച്ച് ചെയ്തായിരുന്നെങ്കിൽ അത് കിട്ടാനുള്ള വളരെ ചാൻസ് കുറവാകുന്നു. അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരുടെയും നമുക്കിവിടെ കിട്ടും. ഇത് ചിലപ്പോൾ ജാനകി എന്നൊക്കെ ആവാം, നമുക്കൊന്നും അറിയില്ല. ഇപ്പം ഉണ്ടോ, പല പേരുകളും ഇതിനകത്ത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പേരുകളും ഇവിടെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പേരടിച്ചു കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വീട്ടുപേരടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ നമ്മൾ താഴെ വരെ വരിക, എല്ലാ പേരുകളും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പേര് നമുക്ക് കിട്ടി. നമുക്ക് വീട്ടുപേര് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആളെ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും പേരും ഇപ്പം നമുക്ക് ഇവർ രണ്ടുപേരും ഒരു വീട്ടിലാണെന്നുള്ളത് മനസ്സിലായി. കാരണം ഹൗസ് നമ്പർ സെയിം ആണ്. അതുപോലെ തന്നെ
നമ്മുടെ പാർട്ട് നമ്പർ സെയിം ആണ്, സീരിയൽ നമ്പർ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ മിക്കവാറും അതൊരു പാർട്ട് നമ്പർ സെയിം ആയിരിക്കും. ഈ നമ്പർ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പാർട്ട് നമ്പർ എനിക്ക് കോപ്പി ചെയ്തെടുക്കുക. ഈ പാർട്ട് നമ്പർ നമ്മളെ കോപ്പി ചെയ്തെടുത്താലാണ് നമുക്കൊരു വലിയ ലിസ്റ്റ് കിട്ടുക. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ മാത്രമേ കിട്ടുള്ളൂ, കുറച്ചുകൂടെ ഫുള്ള് ഡീറ്റെയിൽ നമുക്കൊരു വലിയ ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് പാർട്ട് നമ്പർ എഴുതിയെടുക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞു നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു വലിയ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഞാൻ പേര് സെർച്ച് ചെയ്ത് വെച്ച് ആദ്യം ഈ നമ്മുടെ ഈ നമ്പർ, അതായത് നമ്മുടെ നമ്പർ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മളെപ്പോഴും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോകുന്നത് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും. ആ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീണ്ടും ജില്ല സെലക്ട് ചെയ്യുക, നിങ്ങളുടെ താലൂക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലോഡായി വരുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ആ നമ്പർ അത് എത്രയാണ്, നമ്മളെ കോപ്പി എടുത്ത നമ്പർ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. എന്താ 156 എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്തന്നാണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് 156 വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സീരിയൽ നമ്പറാണ് നമ്മൾ 156 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ താഴോട്ട് വരിക ഉണ്ടോ. അപ്പോൾ നമുക്ക് ആ സീരിയൽ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത സ്ഥലം, സ്കൂളെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പാർട്ട് നമ്പറാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേര് വന്നിട്ടുണ്ടാവും എന്നറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമ്മുടെ വീണ്ടും കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ മൊബൈലിലോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് വലിയൊരു ലിസ്റ്റ് കിട്ടി. അതായത് നമ്മുടെ 2002 അന്ന് വോട്ട് ചെയ്തവരുടെ എല്ലാവരും ഇതാണ് നമുക്ക് എപ്പോഴും ഇവിടെ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഡീറ്റെയിൽസ്. അപ്പോൾ അതിനകത്തു നിന്നാണ് നമ്മുടെ പേര് വീണ്ടും കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സ്കൂൾ ഏതാണെന്ന് മനസ്സിലായി, സ്കൂൾ കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായി. അപ്പോൾ അവിടെ ഒന്ന് വോട്ട് ചെയ്തവരുടെ എല്ലാവരും ലിസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തപ്പോൾ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇതിനകത്തുനിന്ന് നമ്മുടെ വീട്ട് നമ്പർ കണ്ടോ, വീട്ട് നമ്പർ അത് കോപ്പി ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഹൗസ് നമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഹൗസ് നമ്പർ കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനിപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലും ഇതുപോലെ തന്നെ ഒരു സെർച്ച് ചെയ്യണ ഒരു സാധനം നിങ്ങൾക്ക് ഒരു ഐക്കൺ ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒരു സെർച്ച് ബോക്സ് പോലെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പർ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ആ നമ്പർ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ചെക്ക് ചെയ്യണം, ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ വീട്ട് നമ്പർ എത്രയാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ, അപ്പോൾ അത്രയും പേരുള്ളവരുടെ മാത്രം കണ്ടോ ഇതിൽ വരും. എന്നിട്ട് ഇങ്ങനെ താഴോട്ട് അടിക്കും, നെക്സ്റ്റ് അടിക്കും, താഴോട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വീട്ടുപേര് ഇതാണ് കേട്ടോ, സീരിയൽ നമ്പർ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ, ഇപ്പോൾ സീരിയൽ നമ്പർ മാച്ച് ചെയ്യുന്നൊരു ഇതെനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ടോ, എനിക്ക് രണ്ടുപേരുടെയും സീരിയൽ നമ്പർ മാച്ച് ചെയ്യണ കിട്ടി. ഇത് ഞാൻ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം. ഇത് അവർ വരുമ്പോൾ നമുക്ക് കാണിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുക. അതായത് സ്നിപ്പിംഗ് ടൂൾ എന്ന് സെർച്ച് ചെയ്യുക, SNIP. അതെല്ലാ കമ്പ്യൂട്ടറിലും ഉള്ള ഒരു ടൂളാണ്. അപ്പോൾ സ്നിപ്പിംഗ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഏതാണോ പേര് അത് നമ്മളിവിടുന്ന് നമ്മുടെ ബോക്സ് എവിടെ മൂലമുള്ള നമുക്ക് വേണ്ടതെന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പേരുടെയും നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വയ്ക്കാം. ഉണ്ടോ, ഇപ്പോൾ ഇത്രയും പേരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ഫയലെടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് സേവ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ആൾക്കാർ നമ്മുടെ വീട്ടിൽ BLOമാർ അന്വേഷിച്ച് വരുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവർക്ക് ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറുകളും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ഇതുപോലെ എടുത്തു വച്ചേക്കുവാണെങ്കിൽ അവർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ക്ലിയർ ആയിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത്
നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമായിരിക്കും അവർ വരുമ്പോൾ നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾ ചെവി മറയ്ക്കാത്ത ഫോട്ടോ വേണം കൊടുക്കാൻ. അതായത് നിങ്ങളെല്ലാവരും മിക്കവരും തന്നെ ഫോട്ടോയിൽ ഈ ചെവി മറയ്ക്കുന്ന ഉടുപ്പിടുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരിക്കലും ചെവി മറയ്ക്കാതെ, അല്ലാതെ ചെവി മാത്രം നിങ്ങൾക്ക് ഓപ്പൺ ആക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ തലയിൽ തുണിയിടുന്നവരാണ്, ചെവി മാത്രം ഒഴിവാക്കിയിട്ട് തലയിൽ തുണിയിട്ടിട്ടുള്ള ഫോട്ടോസുകളായിരിക്കണം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും റിജക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിലുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം വൃത്തിയും കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നിസ്സാരമായിട്ട് കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുത്താൽ നിങ്ങളെല്ലാവരും ലിസ്റ്റിലുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ അറിയില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യാമെന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ആ ഫോം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ BLOമാർ, അതായത് നമുക്ക് അറിയാം ഓരോ സ്ഥലത്തും ഓരോരോ BLO ഓഫീസേഴ്സ് ആയിരിക്കും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വരാനുള്ള BLO ആരാണ്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഫോം കിട്ടിയില്ലേ, അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഫോം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ BLOനെ വിളിച്ചിട്ട് എൻ്റെ ഫോം എന്നാണ് കിട്ടുന്നത് വേണമെങ്കിൽ ചോദിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ താഴെ ഫൈൻഡ് യുവർ BLO ഓഫീസർ എന്നുള്ളിടത്തുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ താലൂക്ക് ഇപ്പോൾ ഇവിടെ ലോഡ് ആവുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ താലൂക്കും സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൂത്ത് നെയിം അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ നിങ്ങൾ ഈ ഫോമിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ കാണിച്ചിരുന്നു എന്ത് ചെയ്യുന്ന നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന്. അപ്പോൾ നിങ്ങളുടെ സീരിയൽ നമ്പർ വെച്ച് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഉണ്ടോ, നമ്മൾക്ക് ഈ നമ്പർ കണ്ടുപിടിച്ചിരുന്നു. ആ കണ്ടുപിടിച്ച നമ്പറിൻ്റെ ഉള്ള സ്കൂള് ഗവൺമെൻറ് ഹൈസ്കൂള് അടിമാലി വടക്ക് ഭാഗം. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് ബൂത്ത് നെയിം കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ഗവൺമെൻറ് ഹൈസ്കൂൾ അടിമാലി വടക്ക് ഭാഗം, അതായത് നോർത്ത് ഡിവിഷൻ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ പേര്, ബൂത്ത് നമ്പർ, അതുപോലെ തന്നെ ഓഫീസറിൻ്റെ പേര്, ക്ലർക്ക്, അയാളുടെ ഫോൺ നമ്പർ എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പേരിലുള്ള ഈ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ കോൾ ചെയ്തിട്ട് സാർ നമ്മുടെ വീട്ടിൽ ഇതുവരെ എന്യൂമറേഷൻ ഫോം നൽകിയിട്ടില്ല, അതുപോലെ തന്നെ ഇത് എന്നാണ് വരുന്നത്, ഞങ്ങൾ ഇന്ന ദിവസം വീട്ടിലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എന്നൊക്കെ വന്നാലാണ് നമുക്കിത് പൂരിപ്പിച്ച് തരാൻ സാധിക്കുന്നത്, അല്ലെ എന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിളിച്ചു ചോദിക്കാൻ ഇവിടെ നിങ്ങളുടെ നമ്പറും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പൂരിപ്പിച്ച് കൊടുക്കാത്തവർ താമസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒത്തിരി താമസിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ BLOനെ കോൺടാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഫോം കിട്ടാത്തതെന്ന് അന്വേഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോം കിട്ടിയതിന് ശേഷം പൂരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുഴുവൻ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ബാക്കി ചെയ്ത് നിങ്ങൾ എന്യൂമറേഷൻ ഫോം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക, സമയത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ തരുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരാൾക്ക് 2 ഫോം ഇതുപോലെ തരും. ഒന്ന് നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ BLOയുടെ കയ്യിൽ കൊടുക്കണം, ഒന്ന് നിങ്ങളുടെ കയ്യിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ മതിയെങ്കിൽ ഇത് തന്നെ മതി. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എന്യൂമറേഷൻ ഫോട്ടോയിൽ പുതിയ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങളുടെ പുതിയ ഫോട്ടോയാണ് ഇവിടെ നൽകേണ്ടത്. അപ്പോൾ പുതിയ ഫോട്ടോ നൽകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചെവി മറയ്ക്കാത്ത രീതിയിലുള്ള ഫോട്ടോസ് എടുത്തത് വേണം നൽകാൻ. ഇപ്പോൾ ചെവി മറച്ചതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ സ്വീകരിക്കാതിരിക്കാം, നിങ്ങളുടെ ഫോമിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തള്ളപ്പെടാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങൾ ചെവി, അതായത് ഇപ്പോൾ തല മറയ്ക്കുന്നവരാണെങ്കിലും ചെവി പുറത്തിട്ടിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് സ്വീകരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോട്ടോ ചിലപ്പോൾ അവർ പറയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു ഫോട്ടോ കൂടുതലും അങ്ങനെയുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മളിവിടെ ഒട്ടിക്കാൻ കൊടുക്കേണ്ടത് എന്ന് ഓർക്കുക. അപ്പോൾ പഴയ ഫോട്ടോ തന്നെ മതിയെങ്കിൽ നിങ്ങൾ മാറ്റമൊന്നും വരുത്തേണ്ട, ഈ ഫോട്ടോ തന്നെ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല നമ്മുടെ പുതിയ ഫോട്ടോയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെവി മറയ്ക്കാത്ത ഫോട്ടോ ആയിരിക്കണം ഇവിടെ ഒട്ടിച്ച് കൊടുക്കേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് ഈ ഫോം പൂരിപ്പിക്കുന്നതിലെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോം എപ്പോഴും ഞാൻ ഇതിൽ കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, കാരണം ഇതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
എന്നാലും ഞാനിതൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതായത് ഇത് നമുക്ക് ഇതൊരു ഫോമിൽ തന്നെ 3 കളർ നിങ്ങൾ കണ്ടോ. അതായത് ഈ ചുമന്ന ഭാഗം, ഈ സെക്ഷൻ എല്ലാവരും പൂരിപ്പിക്കണം. ഇപ്പം നിങ്ങളുടെ പേരിൽ ആരുടെ പേരിലാണോ നിങ്ങൾ ഇത് പൂരിപ്പിക്കുന്നത്, ഈ ഫോം തരുന്നത്, അതായത് 18 വയസ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് പേരുള്ള എല്ലാവർക്കും നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. പിന്നെ ഈ കാണുന്ന പച്ച കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾ 2002 ഞാൻ ഇപ്പോൾ തന്ന ലിസ്റ്റിൽ പേരുള്ളവർ പൂരിപ്പിക്കേണ്ട ഏരിയ ആണ്. അവിടെ അവർ മാത്രമേ പൂരിപ്പിക്കാവുള്ളൂ. ഇവിടെ ഈ പച്ച കാണുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇതുപോലൊരു സെക്ഷനുകൾ 2002 SIR വോട്ടിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂരിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അത് പെടാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം പൂരിപ്പിക്കേണ്ടതാണ് ഈ നീല കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ 2002 നമ്മളിപ്പോൾ കാണിച്ചു തന്ന വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാരുണ്ട്, അത് പുതിയ വോട്ടർമാർ, അവരാണ് ഇവരെ പുതിയ രേഖകൾ നൽകേണ്ടത്. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചുമപ്പിലുള്ളത് എല്ലാവരും നൽകണം. ഈ കോളം 2002 ലിസ്റ്റിലുള്ളവർ മാത്രം, ഇത് 2002 ഇല്ലാത്ത പുതിയ വോട്ടർമാരായിട്ടുള്ള എല്ലാ ആൾക്കാരും പൂരിപ്പിച്ച് നൽകേണ്ട ഭാഗമാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ ഇനി പൂരിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വോട്ടറുടെ ജനനതീയതി, അതായത് ഇപ്പോൾ എനിക്കാണിത് തന്നിട്ടുള്ളെങ്കിൽ എൻ്റെ ജനനതീയതി എഴുതണം. അപ്പോൾ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ എൻ്റെ എഴുതണം. മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന എപ്പോഴും കൊടുക്കുന്ന ഒരു മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. വോട്ടറുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, എൻ്റെ പിതാവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ID കാർഡ് ഉണ്ടെങ്കിൽ, അതായത് വോട്ടേഴ്സ് ID, നിങ്ങൾക്കറിയാം വോട്ടേഴ്സ് IDയുടെ മേളിലൊരു നമ്പർ ഉണ്ട്, അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വേണം നമ്മളിവിടെ നൽകാൻ. അതുപോലെ വോട്ടറുടെ മാതാവിൻ്റെ പേര്, അതായത് എൻ്റെ മാതാവിൻ്റെ പേരാണ് ഇവിടെ നൽകേണ്ടത്. ഇനി അടുത്ത് മാതാവിൻ്റെയും വോട്ടേഴ്സ് ID കാർഡ് നമ്പർ, അതും വോട്ടേഴ്സ് ID എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയൊരു എപ്പിക് നമ്പർ എന്ന് പറയുന്ന നമ്പർ അവിടെ എഴുതിയിട്ടുണ്ട്, ആ നമ്പറാണ് വോട്ടേഴ്സ് ID കാർഡ്. അപ്പോൾ അത് നമ്പർ ഉണ്ടെങ്കിൽ അതും നൽകുക, പേരും നൽകുക. അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതണം, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ വോട്ടേഴ്സ് ID ആണ് ഇവിടെ നൽകേണ്ടത്, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ വോട്ടേഴ്സ് ID ആണ് ഈ കോളത്തിൽ നൽകേണ്ടത്. ഇത് എല്ലാവരും പൂരിപ്പിക്കേണ്ട ഏരിയ ആണ്. ഇത് പൂരിപ്പിക്കാതെ ഒരിക്കലും ഇത് രണ്ടും പൂരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ആരുടെ പേരിലാണോ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് അവരുടെ എല്ലാവരുടെയും കൃത്യമായിട്ട് ആ ഡേറ്റയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പച്ച കളറിലുള്ളത് ഞാൻ പറഞ്ഞു 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പം ഞാൻ കാണിച്ചു തന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണ് നൽകേണ്ടത്. അപ്പോൾ അവിടെ പൂരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം അറിയാലോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാലോ അന്നത്തെ വോട്ടറുടെ പേര്. അതായത് ഇപ്പം ഞാനിതെൻ്റെ പൂരിപ്പിക്കുമ്പോൾ എൻ്റെ ലിസ്റ്റിൽ ഇത് എന്നാണ് എൻ്റെ പേര് അതിനകത്ത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വോട്ടറുടെ പേരെന്നുള്ളിടത്ത് എൻ്റെ പേര് അവിടെ എഴുതണം. പിന്നെ അന്ന് 2002 വോട്ടർ ID കാർഡിൽ നമ്പർ ഉണ്ടല്ലോ, വോട്ടേഴ്സ് ID, ഞാൻ പറഞ്ഞ എപ്പിക് നമ്പർ, അതിവിടെ എഴുതണം. അത് പിന്നെ വോട്ടറുടെ ബന്ധുവിൻ്റെ പേര് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത്, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ അന്ന് 2002 വോട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ ബന്ധു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ ആയിരിക്കും ഞാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പേരാണ് ഇവിടെ നൽകേണ്ടത്. ഇനി വോട്ടർ ആരാണെന്ന് എഴുതുക, ബന്ധം, അതായത് എൻ്റെ പിതാവ് എന്നും കൂടെ ഇവിടെ എഴുതണം. പിന്നെ ജില്ല, അത് വോട്ടർ നമ്മുടെ ഏത് ജില്ലയിലാണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ഏത് ജില്ലയാണോ സെലക്ട് ചെയ്തത് ആ ജില്ല എഴുതി കൊടുക്കണം. പിന്നെ വോട്ടർ പട്ടികയിലെ സംസ്ഥാനം, അത് നമ്മുടെ കേരളമാണെങ്കിൽ കേരളം എന്ന് തന്നെ കൊടുക്കുക. അതുപോലെ നിയമസഭാ മണ്ഡലം, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ നമ്മുടെ നിയമസഭാ മണ്ഡലം കൊടുത്തില്ല, അതാണ് നമ്മളിവിടെ എഴുതേണ്ട നിയമസഭാ മണ്ഡലം. ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ നമ്മൾ ആ സെലക്ട് ചെയ്യുമ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ആ നമ്പറും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തവർ നമ്മളിപ്പോൾ ജില്ല സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ആ ജില്ലയുടെ കൂടെ നമ്മുടെ താലൂക്ക് ആ മണ്ഡലത്തിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്പറും കാണുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ ജില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ജില്ല എഴുതേണ്ടടുത്ത് ജില്ല ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടേ ഞാൻ പറഞ്ഞില്ലേ താലൂക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ 083, നിങ്ങളുടെ താലൂക്ക് ഏതാണോ നിങ്ങളിവിടെ നിങ്ങളുടെ പേര് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച താലൂക്കാണോ അതിൻ്റെ കൂടെ നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് എവിടെ എന്ത് ചെയ്തേണ്ടത്, നമ്മൾ ആ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായോ? മണ്ഡലത്തിൻ്റെ നമ്പർ, ബൂത്ത് നമ്പർ,
ബൂത്ത് നമ്പർ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യണം. ഇപ്പം നമ്മൾ സ്കൂൾ ഏതാണെന്നുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നമ്പർ കണ്ടുപിടിച്ചില്ലേ, ഇതുപോലൊരു നമ്പർ ഇവിടെ കണ്ടുപിടിച്ചില്ലേ, അതാണ് നിങ്ങളുടെ ബൂത്ത് നമ്പർ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മളൊരു 165 നമ്മൾ ഏതാണോ നമ്മൾ ആദ്യം നമ്മുടെ ബൂത്ത്, അതായത് നമ്മൾ പേര് കണ്ടുപിടിച്ചു. ആ പേര് കണ്ടുപിടിച്ച ഫോമിനകത്ത്, അതായത് നമ്മളിങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചു, കണ്ടോ? ബൂത്ത് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്ന പാർട്ട് നമ്പർ കണ്ടോ? നമ്മൾ പാർട്ട് നമ്പർ ഏതാണോ നമ്മളൊരു ഫോമിനകത്ത് നമ്മുടെ പേര് കണ്ടുപിടിച്ച ഫോമിനകത്ത് തന്നെ പാർട്ട് നമ്പർ എന്നുള്ളതാണ് നിങ്ങളുടെ ബൂത്ത് നമ്പർ. അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ബൂത്ത് നമ്പർ ചോദിച്ചു കൊടുത്തതുണ്ട്. ഇനി ക്രമ നമ്പർ, അതായത് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ സീരിയൽ നമ്പറും നിങ്ങളതിനകത്ത് ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സീരിയൽ നമ്പറും ഇതിൽ നിന്ന് തന്നെ ഉള്ളത് എടുത്ത് ഇവിടെ എഴുതണം. അപ്പോൾ അത് രണ്ടും കൊടുക്കുക. ഇതുപോലെ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫോമിലും ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ കോളത്തിൽ, അതായത് അവസാന SIR പേര് നൽകിയിരിക്കുന്ന വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ വിവരങ്ങളല്ല നൽകേണ്ടത്. അന്ന് 2002 നമ്മുടെ ഈ SIRൽ പേരുള്ള എൻ്റെ പിതാവിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ രക്തബന്ധത്തിലുള്ള ആളുടെ വിവരമാണ് ഇവിടെ നൽകുന്നത്. എൻ്റെ ആണെങ്കിൽ എൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ രക്തബന്ധത്തിലുള്ള 2002 കൃത്യമായിട്ടുള്ള അന്നത്തെ ആ ലിസ്റ്റിലുള്ള അതേ വിവരങ്ങൾ തന്നെയാണ് ഇവിടെ നൽകേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം, എൻ്റെ ആണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പേര്, എൻ്റെ പിതാവിന് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുക. ഇനി ബന്ധുവിൻ്റെ പേരെന്നുള്ളിടത്ത് അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് അതിനകത്ത് എന്താണ് കിടക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവെന്നാണ് കിടക്കണമെങ്കിൽ അത് പിതാവെന്ന് എഴുതണം. അദ്ദേഹത്തിൻ്റെ ജില്ല, അപ്പം അന്നത്തെ ഇതിലെ ജില്ല ഏതാണോ അത് കൊടുക്കുക. അന്നത്തെ സംസ്ഥാനം കേരളമാണെങ്കിൽ കേരളം കൊടുക്കുക. അന്നത്തെ നമ്മുടെ താലൂക്ക് അതിൻ്റെ പേരും അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ അതുപോലെ അന്നത്തെ നമ്പർ, മണ്ഡലത്തിൻ്റെ നമ്പറും അന്നത്തെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഭാഗം നമ്പർ എന്നുള്ളതും അന്നത്തെ എൻ്റെ സീരിയൽ നമ്പർ എന്നുള്ളതും അതേപടി തന്നെ വേണം ഇവിടെ കൊടുക്കാൻ. എല്ലാം അതിനകത്തുള്ള വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മളിത് മാച്ച് ചെയ്ത് നോക്കുന്നത് നമ്മളിതിനകത്ത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിവരങ്ങളല്ല കൊടുക്കേണ്ടത്. 2002 പേരുള്ള നമ്മുടെ രക്തബന്ധത്തിലുള്ള, ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അതേപടി തന്നെ ഇത് കൊടുക്കേണ്ടത്. ഇനി എൻ്റെ ഭാര്യയുടെ ആണെങ്കിൽ ഒരിക്കലും ഭർത്താക്കന്മാരുടെ വിവരമല്ല കൊടുക്കേണ്ടത്, അല്ലാണ്ട് ഭാര്യമാരുടെ വിവരമല്ല കൊടുക്കേണ്ടത്. ഭാര്യയുടെ അച്ഛൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുടെ 2002 ഫോമിലുള്ള രക്തബന്ധങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളവരുടെ മാത്രമാണ് ഇവിടെ. അതേപോലെ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തോടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ അന്നത്തെ താലൂക്ക്, അദ്ദേഹത്തിൻ്റെ പാർട്ടി നമ്പർ, ബാക്കി അദ്ദേഹത്തിൻ്റെ സീരിയൽ നമ്പർ എല്ലാം അതുപോലെ തന്നെ വേണം ഇവിടെ കൊടുക്കാൻ. നമ്മൾ തെറ്റിക്കാണ്ട് കൊടുക്കണം. നമ്മുടെ 2002 രക്തബന്ധങ്ങളുടെ നമ്മൾ കണ്ടുപിടിച്ച വിവരങ്ങൾ അതേപോലെ വേണം ഇവിടെ കൊടുക്കാൻ. നമ്മുടെ ബൂത്ത് നമ്പറും ഉണ്ടാവും, നമ്മുടെ ക്രമ നമ്പറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വോട്ടേഴ്സ് ID പൂരിപ്പിക്കുമ്പോൾ കയ്യിൽ എടുത്തു വെച്ചിട്ട് വേണം ഇത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ തന്നെ വോട്ട് ഇപ്പം നമുക്ക് തന്നെ നമ്മൾ തന്നെ ഇവിടെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്കിവിടെ ഒപ്പിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രായ ഒരാൾക്കും ഇതേ ഫോമിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഡേറ്റ് BLO ഇവിടെ ഒപ്പിട്ട് നന്നായിരിക്കും. അപ്പോൾ BLO ഒപ്പിടുന്നൊരു കോപ്പി നിങ്ങളും വയ്ക്കുക, BLO ഒപ്പിടുന്നൊരു കോപ്പി അവർക്കും കൊടുത്തു വിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്യൂമറേഷൻ ഫോം സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സക്സസ് ആയിട്ടും ഏറ്റവും എളുപ്പത്തിൽ ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈലിലൂടെയും ചെയ്യാം, ഇതേ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും ചെയ്യാം. അപ്പോൾ മുഴുവൻ ഇതേ സ്റ്റെപ്പ് ഇതേപടി ഫോളോ ചെയ്യുന്ന ആർക്കും ചെയ്യാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ആർക്കും ചെയ്യാൻ അറിയില്ല എന്ന് തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിവരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും പുതിയ അടുത്ത വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം വരുന്ന കൂട്ടുകാർക്ക് ഉടൻ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ നൽകുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു.